ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഒരു യോക്ക് എംബ്രോയ്ഡറിയാണ്. അപ്പോൾ നമ്മുടെ പാറ്റേൺ വരുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ വരച്ച് കാണിക്കുക എങ്ങനെയാണ് വരുന്നതെന്ന് കേട്ടോ. നമ്മളൊരു ക്രിസ്മസ് ട്രീയുടെയൊക്കെ ഒരു മോഡൽ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് യോക്കിലേക്കും മുഴുവനായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അപ്പം ഒരുപാട് ഹെവി ഡിസൈനൊന്നുമല്ല, ഭയങ്കര സിമ്പിളാണ്. അപ്പം നമുക്ക് യോക്കിൽ അവിടെ ഇവിടെ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ബീഡ്സ് വർക്കാണ് ചെയ്യാൻ പോണത്. ഇനി ത്രെഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നമുക്ക് കട്ട് ബീഡ്സ് ഇട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഷുഗർ ബീഡ്സും അല്ല കട്ട് ബീഡ്സും അല്ല 2 ബീഡ്സാണ് കാണിച്ചു തരുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ 2 ബീഡ്സ് യൂസ് ചെയ്യണമെന്നില്ല, കട്ട് ബീഡ്സ് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി കേട്ടോ. അപ്പോൾ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 2 ബീഡ്സ് എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ വൈറ്റ് കളർ കട്ട് ബീഡ്സ് ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നോർമൽ നീഡിൽ നമ്പർ 12 ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾ ത്രെഡ് എടുക്കുമ്പോൾ സെയിം ക്ലോത്തിൻ്റെ കളർ തന്നെ എടുക്കുക കേട്ടോ. ബീഡ്സിൻ്റെ കളർ എടുക്കരുത്, ക്ലോത്തിൻ്റെ കളർ തന്നെ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് മേളിൽ നിന്ന് ഇതുപോലെ ബാക്ക് സ്റ്റിച്ചിൽ ബീഡ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു സ്റ്റെമ്മ്, അതായത് ഇങ്ങനെ നേരെ താഴേക്ക് വരുന്നത് നിങ്ങൾക്ക് 2 ബീഡ്സ് വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ ഒരു ശിഖരങ്ങൾ വരുന്നില്ലേ, അത് കട്ട് ബീഡ്സ് വെച്ച് ചെയ്യുന്നതിനേക്കാളും 2 ബീഡ്സ് വെച്ച് ചെയ്യുന്നതിനേക്കാളും ഭംഗി കട്ട് ബീഡ്സ് കൊണ്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഏതാണോ സൗകര്യപ്രദം അല്ലെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഒട്ടും ഹെവി വർക്കല്ല, വേഗം തന്നെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് യോക്കിൽ അവിടെ ഇവിടെ ആയിട്ടല്ലേ വരുന്നത്, അപ്പോൾ ഒത്തിരി സമയം എടുക്കാതെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെഡിൽ ഇതേപോലെ വൈറ്റ് ബീഡ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ വൈറ്റ് ക്ലോത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റെഡ് ബീഡ്സ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ബീഡ്സ് വെച്ചിട്ടാണ് ഈ ഒരു ശിഖരം പോലെ വരുന്നത് കൊടുക്കുന്നത്. നമ്മൾ കട്ട് ബീഡ്സാണ് എടുക്കുന്നതെങ്കിൽ 2 വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ബീഡ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ബീഡ്സ് വെച്ചിട്ട് കൊടുത്ത് കാണിക്കുന്നത്. കട്ട് ബീഡ്സ് ആകുമ്പോൾ 2 വെച്ച് കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാകുമ്പോൾ ഇച്ചിരി കൂടി ഭംഗിയായിരിക്കും. ഇനി അതേ സമയത്ത് നിങ്ങൾ ഷുഗർ ബീഡ്സാണ് യൂസ് ചെയ്യുന്നതിന് ഉണ്ടെങ്കിൽ 3 വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഷുഗർ ബീഡ്സ് ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ പാറ്റേൺ നല്ല വൃത്തിയായിട്ട് വരച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പാറ്റേൺ വരച്ചിട്ട് ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ടും അതേപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ആരി വർക്കല്ലല്ലോ ചെയ്യുന്നത്, നോർമൽ നീഡിലുകൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ നോർമൽ നീഡിലുകൊണ്ട് ചെയ്യുമ്പം കുറച്ച് സമയമൊക്കെ എടുത്ത് നല്ല രീതിയിൽ പാറ്റേണൊക്കെ വരച്ച് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഇതുപോലെ ഓരോ ബീഡ്സ് വെച്ചൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ആരി വർക്കിനേക്കാളും നല്ല ഒരു ഫിനിഷിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ നല്ല കുറച്ചുകൂടി സെക്യൂറായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഡിസൈൻ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത് സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഇടാം. പിന്നെ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ആയിട്ട് ഡ്രസ്സുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം. പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ അറിവിലേക്കാണ് പറയുന്നത്. നമ്മൾ നിറം മാറ്റേഴ്സ് എന്നും പറഞ്ഞിട്ട് ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ആയിട്ടാണ് ഡ്രസ്സുകൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതായത് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റലോഗ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൊടുക്കുന്ന ഡിസൈൻസും ചെയ്യുന്ന ഡിസൈൻസ് എല്ലാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമ്മൾ ഇതേപോലെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടാണ് കൂടുതലും കൊടുക്കുന്നത്. ഇനി സിമ്പിളായിട്ട് അതേപോലെ വർക്കുകളൊന്നും വരാത്ത രീതിയിലും കുർത്തീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പരും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലീസിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് സ്ലീവിലേക്കും ഇതേ തന്നെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ചെയ്യണതെന്ന്. അപ്പോൾ എൻ്റെ ഉദ്ദേശവും അതാണ്, നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബീഡ്സൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. കട്ട് ബീഡ്സോ ഷുഗർ ബീഡ്സോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ശകരങ്ങൾ പോലെ കൊടുത്തേക്കണത് ഒത്തിരി അടുപ്പിച്ചിട്ടല്ല, ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൊടുത്തേക്കണേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടുപ്പിച്ച് കൂടുതൽ ശകരങ്ങൾ വരുന്ന രീതിയിലാണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം കുറച്ചുകൂടെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് യൂട്യൂബ് ചാനലല്ലാതെ ഫേസ്ബുക്ക് പേജും ഉണ്ട്. ഇറ്റ്സ് മീ അംലൂസ് എന്നാണ് നമ്മുടെ പേജിൻ്റെ പേര്. ഈ വീഡിയോസൊക്കെ തന്നെ നമ്മുടെ പേജിലും വരുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നിറം മറ്റേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതുപോലെ ഫേസ്ബുക്ക് പേജുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ താല്പര്യമില്ല എന്നുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ കൂടുതൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൊക്കെ അയക്കാവുന്നതാണ്. കൂടുതലും എന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വാട്സപ്പിലായിരിക്കും. കൂടുതലും ഞാൻ അവൈലബിൾ വാട്സപ്പിലായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇതേ രീതിയിലാണ് വരുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ വീഡിയോസ് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ആ പേജൊന്ന് ഫോളോ ചെയ്യാനും, അതുപോലെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.